بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുമ്പ് ചെയ്ത വീഡിയോകൾ ഖുർആനിൽ നിന്ന് യാസീൻ സൂറത്ത്, യൂസുഫ് സൂറത്ത്, കർമ്മശാസ്ത്രപരമായി ഉള്ളു, കുളി, നോമ്പ്, നമസ്കാരം എന്നിവയാണ്. മൊത്തം 53 വീഡിയോകൾ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ കഹ്ഫിലെ 36-ാം ആയത്ത് മുതൽക്കാണ്. പിന്നെ കർമ്മശാസ്ത്രപരമായി ജുമുഅ, ജമാഅത്ത് എന്നീ നമസ്കാരങ്ങളെ പറ്റിയും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ വീഡിയോകളും എളുപ്പം ലഭ്യമാവുമെന്നുള്ള കാര്യം അറിയിച്ചു കൊടുക്കുന്നു. അള്ളാഹു പഠിക്കുവാനും പഠിപ്പിക്കുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, പരലോക ജീവിതം സുഖമാക്കി തരട്ടെ എല്ലാവർക്കും എന്ന പ്രാർത്ഥനയോടെ ഇന്ന് എടുക്കുന്നത് അൽ കഹ്ഫ് സൂറത്തിലെ 37-ാം ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال له صاحبه وهو يحاوره أكفرت بالذي خلقك من تراب ثم من نطفة ثم سواك رجلا قال له, മുഅ്മിനായ മനുഷ്യൻ പറഞ്ഞു, ലഹു, ഈ അവിശ്വാസിയായ മനുഷ്യനോട്, അല്ലെങ്കിൽ ഖാല ലഹു സാഹിബുഹു, അദ്ദേഹത്തിന്റെ സുഹൃത്ത് അദ്ദേഹത്തോട് പറഞ്ഞു. അതായത് കാഫിറായ മനുഷ്യനോട് ഈ വിശ്വാസിയായ മനുഷ്യൻ പറഞ്ഞു. അതിന്റെ അദ്ദേഹത്തിന്റെ സഹോദരനാണല്ലോ, സഹോദരന്മാരാണല്ലോ ഇവർ തമ്മിൽ. അത് പറഞ്ഞു. വഹുവ യുഹാവിറുഹു, രണ്ടുപേരും വാഗ്വാദത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സംവദിക്കുകയാണ്, സംവാദം നടക്കുകയാണ്. ആ കഫർത്ത, നീ അവിശ്വസിക്കുകയാണോ, ബില്ലദീ ഖലഖക, നിന്നെ സൃഷ്ടിച്ച അല്ലാഹുവിനെ കൊണ്ട്, മിൻ തുറാബിൻ, മണ്ണിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ചു. നിന്നെ എന്ന് പറഞ്ഞാൽ നിന്റെ അസലിനെ, നിന്റെ പിതാവായ ആദം നബി അലൈഹി ഇസ്ലാമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. സുമ്മ മിൻ നുത്ഫത്തിൻ, പിന്നെ നിന്നെ സൃഷ്ടിച്ചത് ബീജത്തിൽ നിന്ന്. സുമ്മ സവ്വാക്ക, പിന്നെ നിന്നെ അവൻ രൂപപ്പെടുത്തി, റജുലൻ, ഒരു മനുഷ്യനായിട്ട്. നിന്റെ അസലിനെ, ആദം നബി അലൈഹി ഇസ്ലാമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. പിന്നെ നിന്നെ ഇന്ദ്രിയ ബീജത്തിൽ നിന്ന് സൃഷ്ടിച്ച് നിന്നെ മനുഷ്യനായിട്ട് രൂപപ്പെടുത്തിയ അള്ളാഹുവിനെ നീ നിഷേധിക്കുകയാണോ എന്നാണ് ഈ മുഅ്മിനായ മനുഷ്യൻ ആ അവിശ്വാസിയായ സഹോദരനോട് പറയുന്നത്. ഇവര് തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് കാര്യത്തിലാണ്? ഇവര് മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചും പിന്നെ ഖിയാമത്ത് നാൾ ഉണ്ടാവുന്നതിനെ സംബന്ധിച്ചൊക്കെ ഇവര് തമ്മിൽ സംവാദം നടക്കുകയാണ്. ഈ സംവാദത്തിന്റെ ഇടയ്ക്ക് ഈ അവിശ്വാസിയായ മനുഷ്യനോട് വിശ്വാസിയായ മനുഷ്യൻ പറയാ. ഇതാണ് ഇവിടുത്തെ സന്ദർഭം. 37-ാമത്തെ ആയത്താണിത്. ഇനി ഇതിന്റെ തഫ്സീർ ഞാൻ വായിക്കാം. ഖാല ദാലിക്കൽ മുഅ്മിനു അൽ ഫഖീർ വഹു യുറാജിഉ അഖാഹു വയുജാദിലുഹു. മുഅ്മിനായ മനുഷ്യൻ ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, ഫഖീറാണ്. തൻ്റെ സഹോദരനായ അവിശ്വാസിയായ മനുഷ്യനോട് പറയുകയാണ്, തർക്കിക്കുകയാണ്. എന്താ? അജഹത്ത ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് നീ നിഷേധിക്കുകയാണോ? അല്ലദീ ഖലഖ അസ്ലക, നിന്റെ ആദ്യ പിതാവായ ആദം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സൃഷ്ടിച്ചു. മിൻ തുറാബിൻ, മണ്ണിൽ നിന്ന്. സുമ്മ മിൻ മനിയൻ, പിന്നെ നിന്നെ സൃഷ്ടിച്ചു ഇന്ദ്രിയ ബീജത്തിൽ നിന്ന്. സുമ്മ സവ്വാക്ക, പിന്നെ അവൻ നിന്നെ രൂപപ്പെടുത്തി ഇൻസാനൻ സവിയൻ, ഒത്തൊരു മനുഷ്യനായിട്ട്. ഇവിടെ അങ്ങനെയുള്ള അള്ളാഹുവിനെ നീ നിഷേധിക്കുകയാണോ?
എന്നാ ചോദിക്കുന്നത്. അപ്പൊ ഈ നിഷേധിക്കുകയാണോ എന്നുള്ളൊരു ചോദ്യചിഹ്നമാക്കി വെച്ചതിന്റെ പേരിൽ അത് പേടിപ്പിക്കാൻ വേണ്ടിയാ. വേണ്ട, അങ്ങനെ നിഷേധിക്കേണ്ട അള്ളാഹുവിനെ എന്നുള്ള ഒരു ഭയപ്പെടുത്തൽ കൂടി ഇവിടെ ഉണ്ട്. പിന്നെ 38-ാമത്തെ ആയത്തിൽ ലാക്കിന്ന ഹുവല്ലാഹു റബ്ബി വലാ ഉശ്രികു ബി റബ്ബി അഹദ. ലാക്കിന്ന, പക്ഷേ ഞാൻ, ഹുവല്ലാഹു, ഞാൻ സമ്മതിക്കുന്നു, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഹുവല്ലാഹു റബ്ബി, അള്ളാഹുവായ അവൻ റബ്ബി എൻ്റെ രക്ഷിതാവാണ്. വലാ ഉശ്രിക്കു, ഞാൻ പങ്കു ചേർക്കുകയില്ല, ബി റബ്ബി എൻ്റെ റബ്ബിനോട്, എൻ്റെ രക്ഷിതാവിനോട്, അഹദൻ, ആരെയും പങ്കു ചേർക്കുകയില്ല. എൻ്റെ ഇബാദത്തിലോ മറ്റെന്തെങ്കിലും കാര്യത്തിലോ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് ഞാൻ ചെയ്യില്ല. അവൻ എൻ്റെ റബ്ബാണ്, അവൻ ഏകനാണ്, അവനുമായി ഞാൻ ആരെയും പങ്കു ചേർക്കുകയില്ല എന്നുള്ളതാണ് ലാക്കിന്ന ഹുവല്ലാഹു റബ്ബി വലാ ഉശ്രികു ബി റബ്ബി അഹദ എന്ന ആയത്തിന്റെ 38-ാമത്തെ ആയത്തിന്റെ അർത്ഥം. ഇനി അതിന്റെ തഫ്സീർ, ലാക്കിൻ അന അഅ്തരിഫു ബി വജൂദില്ല, അള്ളാഹുവിന്റെ വജൂദ് ഞാൻ സമ്മതിക്കുന്നു, അള്ളാഹു ഉണ്ട്. ഫഹുവ റബ്ബി, അവൻ എൻ്റെ രക്ഷിതാവാണ്, വഖാലിഖി, എൻ്റെ സൃഷ്ടാവുമാണ്. ലാ ഉശ്രികു മഅല്ലാഹി, അള്ളാഹുവിനോട് കൂടെ ഞാൻ പങ്കു ചേർക്കുകയില്ല, ഗൈറഹു, അള്ളാഹു അല്ലാത്ത ആരെയും പങ്കു ചേർക്കുകയില്ല. വഹുവൽ മഅബൂദു വഹദ, അവൻ ഏകനായ, ഇബാദത്തിന് അർഹനായ ഏകനായ അള്ളാഹുവാണ്. ലാ ശരീക ലഹു, അവനൊരു കൂട്ടുകാരുമില്ല. അത് അങ്ങനെയാണ് എൻ്റെ നിലപാട്. 39-ാമത്തെ ആയത്തിൽ വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാ ഷാ അല്ലാഹ് قلت ما شاء الله لا قوة إلا بالله إن ترني أنا أقل منك مالا وولدا വലൗലാ ദഖൽത, വലൗലാ ഇത് ദഖൽത, നീ പ്രവേശിച്ചപ്പോൾ, ജന്നത്തക്ക, നിന്റെ തോട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ, കുൽത്ത, എന്തുകൊണ്ട് നീ പറഞ്ഞില്ല, വലൗലാ കുൽത്ത ഇത് ദഖൽത ജന്നത്തക്ക, നീ എന്തുകൊണ്ട് പറഞ്ഞില്ല, ഇത് ദഖൽത ജന്നത്തക്ക, നിന്റെ തോട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ, വലൗലാ ഇത് ദഖൽത ജന്നത്തക്ക കുൽത്ത. അപ്പോൾ ഇതിന് മുഴുവനുമായിട്ടുള്ള മീനിങ്, നീ എന്തുകൊണ്ട് പറഞ്ഞില്ല, ഇത് ദഖൽത ജന്നത്തക്ക, നിന്റെ തോട്ടത്തിൽ നീ പ്രവേശിച്ചപ്പോൾ, മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞില്ല. മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിച്ചത് നടപ്പിൽ വരും. മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചത് നടപ്പിൽ വരും. ലാ, ഉദ്ദേശിക്കാത്തത് നടപ്പിൽ വരികയുമില്ല. ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനല്ലാതെ ഒരു കാര്യത്തിനും ഒരു ശക്തിയുമില്ല. മറ്റുള്ളവർക്ക് ശക്തി ഉണ്ടാവുന്നത് അള്ളാഹു നൽകുന്ന ശക്തിയാണ്. ഇൻ തറനി, എന്നെ നീ കാണുന്നുവെങ്കിൽ, അന അഖല്ല, ഞാൻ ഏറ്റവും കുറഞ്ഞവനായിട്ട്, മിങ്ക, നിന്നേക്കാൾ, മാലൻ, സമ്പത്ത് കുറഞ്ഞവനും, വലതൻ, സന്താനം കുറഞ്ഞവനുമായിട്ട് നീ എന്നെ കാണുന്നുവെങ്കിൽ, എങ്കിൽ എന്തുണ്ടാവുന്നു, അത് അടുത്ത ആയത്തിൽ പറയും. ഈ ആയത്തിന്റെ തഫ്സീർ വായിക്കുക. ഫഹല്ല, വലൗല എന്ന് പറഞ്ഞാൽ ഹല്ല, എന്തുകൊണ്ട്, ഇല്ല എന്നർത്ഥമാണ്. വലൗല, എന്തുകൊണ്ടില്ല, എന്തില്ല, കുൽത്ത, നീ പറഞ്ഞില്ല, വലൗല കുൽത്ത, എന്തുകൊണ്ട് നീ പറഞ്ഞില്ല, ഇത് ദഖൽത ജന്നത്തക്ക, നിന്റെ തോട്ടത്തിൽ കടന്നപ്പോൾ, തോട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ നീ എന്തുകൊണ്ട്, എന്താ ഇങ്ങനെ പറയാതിരുന്നത് എന്നാണ്. ഫഹല്ല, എന്തുകൊണ്ട് നീ പറഞ്ഞ, ഇത് ദഖൽത ജന്നത്തക്ക ഹദീഖത്തക്ക, നിന്റെ തോട്ടത്തിൽ നീ കടന്നപ്പോൾ നീ പറയാതിരുന്നത് എന്തുകൊണ്ട്. വഅജബ്ത ബിമാ ഫീഹാ മിനൽ അശ്ജാരി വസിമാരി, തോട്ടത്തിന്റെ പിന്നെ അതിന്റെ വളർച്ചയും അതിന്റെ അഴകും ഭംഗിയും വൃക്ഷങ്ങളും അതിലുള്ള പഴങ്ങളും എല്ലാം കണ്ടു ആശ്ചര്യപ്പെട്ടില്ലേ. അപ്പോൾ നിനക്ക് അതിശയമായി, ആശ്ചര്യമായി. അപ്പോൾ നീ എന്തുകൊണ്ട് പറയാതിരുന്നു, ആദാ മിൻ ഫദ്ലില്ലാഹ്, ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഉണ്ടായതാണത്.
ഫമാഷാ അള്ളാഹു, അള്ളാഹു ഉദ്ദേശിച്ചത് കാൻ അതുണ്ടാകും. വമാ ലം യശ അവൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ ലം യകുൻ അവൻ ഉണ്ടാകുകയില്ല. അപ്പൊ ഇതെല്ലാം ഉണ്ടായത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ്, അവന്റെ ഖദാ കൊണ്ടാണ് എന്നുള്ളത് നീ പറയാതിരുന്ന എന്തുകൊണ്ട്? വലാ ഖുദ്റത്തലനാല ത്വാഅത്തി ഇല്ലാ ബിതൗഫീഖി, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടല്ലാതെ നമുക്ക് അള്ളാഹുവിനെ വഴിപ്പെടാൻ പോലും നമ്മൾക്ക് ശക്തിയില്ല. ആ ശക്തി അള്ളാഹു തരുന്നതാണ്. അവന്റെ സഹായം കൊണ്ടും അവന്റെ തൗഫീഖ് കൊണ്ടും നമുക്ക് ലഭ്യമാവുന്നതാണ്. പിന്നീട് പറയാണ് ഈ മോമിനായ മനുഷ്യൻ, സത്യവിശ്വാസി അവിശ്വാസിയോട് പറയാണ്, സഹോദരനോട് പറയാണ്, ഇൻകുന്ത തറ, നീ എന്നെ കാണുന്നുവെങ്കിൽ, അന്നനി അഫ്തറുമിങ്ക, ഞാൻ നിന്നേക്കാൾ പാവപ്പെട്ടവനായിട്ട് നീ എന്നെ കാണുന്നുവെങ്കിൽ, ഔലാദിക്ക, നിനക്ക് ധനവും സമ്പത്തും കൂടുതലാണെന്ന് നീ പൊങ്ങച്ചം പറയുകയും ചെയ്യുന്നുവെങ്കിൽ, 40-ാമത്തെ ആയത്ത്, റബ്ബി, എന്റെ റബ്ബായേക്കാം, അയ്യൂത്തിയനി, അവൻ എനിക്ക് തരുന്നവനായേക്കാം, ഖൈറൻ മിൻ ജന്നത്തിക്ക, നിന്റെ തോട്ടത്തേക്കാൾ ഖൈറായ ഒരു തോട്ടത്തെ എനിക്കവൻ തരും. അങ്ങനെ സംഭവിച്ചേക്കാം. മാത്രമല്ല യുർസില, അവൻ അയച്ചേക്കാം, അലൈഹ, നിന്റെ തോട്ടത്തിന്മേൽ, അലൈഹ, അതിന്റെ മേൽ, യുർസില, അവൻ അയക്കുകയും ചെയ്തേക്കാം, അലൈഹ, അതിന്റെ മേൽ, അതെന്ന് പറഞ്ഞത് അവന്റെ തോട്ടം, ആ തോട്ടത്തിന്മേൽ അയക്കുകയും ചെയ്തേക്കാം, ഹസ്ബാനം, ഒരു ശിക്ഷ, മിനസ്സമായി, ആകാശത്തിൽ നിന്നൊരു പണിഷ്മെന്റ് ഇറക്കുക. അതെന്താ? മഴയും കാറ്റും ഇടിമിന്നലും ഒക്കെയുള്ള ഒരു മഴ, ശക്തിയായ മഴ വർഷിച്ച് വെള്ളപ്പൊക്കം, തോട്ടത്തിലാകെ വെള്ളം ചളിപ്രദേശമായി മാറും, വെള്ളം കൂടിയിട്ട്. ഇപ്പൊ തുസ്ബിഹ, അങ്ങനെ അതായിത്തീരാ, നിന്റെ തോട്ടമായിത്തീരാ, സായിദുൻ സലഫ, ഒരു ചതുപ്പ് നിലമായി തീരുക, ആകെ ചളിപ്രദേശമാവുക, ഒന്നിനും കഴിയാത്ത നിലയിൽ അതിൽ നടക്കാനോ അവിടെ ആ തോട്ടത്തിൽ നടന്നു കാണാനോ വേണ്ടത് ചെയ്യാനോ ഒന്നിനും പറ്റാത്തൊരു നിലപാടിൽ അല്ലാഹു ആകാശത്തു നിന്ന് ശിക്ഷ ഇറക്കുക. അങ്ങനെ ഇറക്കുകയും ചെയ്തേക്കാം. നീ അല്ലാതെ അഹങ്കരിക്കണ്ട, അഭിമാനിക്കണ്ട എന്നുള്ളൊരു മുന്നറിയിപ്പാണ് അദ്ദേഹം ഈ അവിശ്വാസിയായ സഹോദരന് നൽകുന്നത്. അപ്പൊ എന്തറനി അക്കല്ല മിങ്ക മാലം റബ്ബി അയ്യൂത്തിയനി ഖൈറൻ മിൻ ജന്നതിക വയുർസില അലൈഹ ഹസ്ബാനൻ മിനസ് സമാഇ ഫതുസ്ബിഹ സഈദൻ സലഖ. ഇതിന്റെ തഫ്സീർ. അപ്പൊ ഫഅസാ റബ്ബി എന്ന് പറഞ്ഞാൽ അത്തവഖഉ മിൻ സുൻഇല്ലാഹി, അള്ളാഹുവിന്റെ പ്രവർത്തന ഫലമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താണ് പ്രതീക്ഷിക്കുന്നത്? അയ്യുക്കല്ലിബ മാബി മാബിക്ക, എനിന്റെയും നിന്റെയും അവസ്ഥയെ അള്ളാഹു മാറ്റിമറിക്കുക. മിനൽ ഫഖരി, എന്റെ അവസ്ഥ ദാരിദ്ര്യത്തിന്റെ അവസ്ഥയാണ്, നിന്റെ അവസ്ഥ ഐശ്വര്യത്തിന്റെ അവസ്ഥയുമാണ്. ഇതിൽ നിന്ന് നമ്മൾ രണ്ടുപേരുടെയും അവസ്ഥ മാറ്റിമറിക്കുക. ഞാൻ ദരിദ്രനാണ്, നീ ഐശ്വര്യമുള്ള ആളുമാണ്. നീ റിച്ചാണ്, ഞാൻ ദരിദ്രനാണ്. ഇതിനെ മാറ്റിമറിക്കുമ്പോൾ ഫേർസുഖനി, അവൻ എനിക്ക് തരും, ജന്നത്തൻ, ഒരു തോട്ടം, ഖൈറൻ മിൻ ജന്നതിക, നിന്റെ തോട്ടത്തേക്കാൾ നല്ലൊരു തോട്ടം എനിക്ക് തരും. ലീമാനി ബിഹി, ഞാൻ അവനെ കൊണ്ട് വിശ്വസിച്ചത് കാരണമായിട്ട്, വയസ്സുലുബാങ്ക, നിന്നിൽ നിന്ന് അവൻ ഊരിയെടുക്കും, നിഅമത്തുഹു, അല്ലാഹു അവൻ നിനക്ക് ചെയ്ത നിഅമത്ത് കാരണം, ലി കുഫിരിക ബിഹി, അവനിൽ നീ അവിശ്വസിച്ചത് കാരണം. അപ്പോൾ യുഹർരിബു ബുസ്താനക, അവൻ നിന്റെ തോട്ടത്തെ നശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ യുർസില അലൈഹ, തോട്ടത്തിൽ അവൻ ഉണ്ടാക്കുകയും ചെയ്യും, മാഫത്തൻ, ബുദ്ധിമുട്ടുകളും അനർത്ഥങ്ങളും, വസവായിട്ട, ഇടിമിന്നലുകളും, മിനസ്സമായി, ആകാശത്തിൽ നിന്ന് ഇറക്കുകയും ചെയ്യും. അങ്ങനെ വതുദമ്മിറുഹ, അതിനെ അവൻ നശിപ്പിക്കും, ആ തോട്ടത്തെ. ഫതുസ്ബിഹുൽ ഹദീഖ, അപ്പോൾ തോട്ടമായി തീരും, മർലം മത്സ, ഒരു ചതുപ്പു നിലമായി തീരും, ലാ തസ്ബുതു അലൈഹ ഖദമുൻ, അവിടെ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വരും. അങ്ങനെ അത് ജറുദ, ഒരു പാഴ്ഭൂമിയായി തീരും. ലാ നബാത ഫീഹ, അതിൽ സസ്യമില്ല, വലാ ഷജറ, വൃക്ഷവുമില്ല.
അങ്ങനത്തെ ഒരു ചതുപ്പു നിലമായി തീരും. അതുകൊണ്ട് നീ അധികം അഹങ്കരിക്കരുത്, അള്ളാഹുവിനെ സംബന്ധിച്ച് നീ ഓർക്കണം എന്നെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് ഈ അവിശ്വാസിയായ മനുഷ്യന് മൂമിനായ മനുഷ്യൻ. പിന്നെ 41-ാമത്തെ ആയത്തിൽ തുടർന്ന് അദ്ദേഹം പറയുന്നത് ഔ യുസ്ബിഹമാഉഹ, അതല്ലെങ്കിൽ അതിൻ്റെ വെള്ളം ആയിത്തീരും ഗൗറൻ, വറ്റിപ്പോയതായിത്തീരും. വെള്ളം അടിയിലേക്കങ്ങ് പോവും. ഫലം തസ്ത, അപ്പോൾ നിനക്ക് കഴിയില്ല തലബ അതിന്, ഫലം തസ്ത അതിന് ലഹു ആ വെള്ളത്തെ തലബൻ അന്വേഷിച്ച് കണ്ടെത്താൻ നിനക്ക് കഴിയില്ല. അപ്പോൾ ഈ വെള്ളം വറ്റിയാൽ നിനക്ക് കൃഷിയെ നനയ്ക്കാൻ പറ്റില്ല, അങ്ങനെ അത് ഉണങ്ങിപ്പോകും. ഇങ്ങനെയുള്ള ഒരവസ്ഥ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും എന്നുള്ളതാണ്. ഇവിടെ നിനക്കൊന്നിനും കഴിയില്ല. ഇത് 41-ാമത്തെ ആയത്തിൽ ഇതിന്റെ തഫ്സീർ യഹൂറു മാഉഹ, അതിന്റെ വെള്ളം വറ്റിപ്പോകും. ഫിൽ അർദി, ഭൂമിയിലെ ആണ്ട് പോകും. ഭൂമിയിൽ അടിയിലേക്ക് വെള്ളം പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ ഒരു രക്ഷയില്ല. അപ്പോൾ യുത്തലിഫു മാഫിഹ, അപ്പോൾ തോട്ടത്തിലുള്ളതൊക്കെ നശിച്ചു പോകും. മിനസ്സറഇ വശജരി, വൃക്ഷങ്ങളും മറ്റുള്ള കൃഷികളും നശിച്ചു പോകും. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ എത്തിച്ചേരും. ഫയുത്തലിഫു മാഉഹ മിനസ്സറഇ വശജരി വഹീന ഇതിൻ, അതേസമയം ലാ തസ്തതിഉ തലബുഹു, അതിനെ അന്വേഷിച്ച് കണ്ടെത്താൻ നിനക്ക് കഴിയില്ല. ഫദലന്നയാദത്തി, എന്നിട്ട് വേണ്ടേ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ, അപ്പം അതും പറ്റില്ല. അങ്ങനെയുള്ള ഒരു കാര്യം, വെള്ളം അടിയിലേക്ക് പോയാൽ അതാണ് വറ്റിപ്പോവുക എന്നത്. അങ്ങനെ അടിയിലേക്ക് പോയാൽ അതിനെ ഇങ്ങോട്ട് മേലോട്ട് കൊണ്ടുവന്ന് കൃഷിക്ക് ഉപയുക്തമാക്കാനുള്ള ഒരു സാധ്യത നിനക്ക് ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് നീ അഹങ്കരിക്കണ്ട. ഇവിടെ വെച്ച് വെന്തഹിൽ ഹുവാർ, ഇവർ രണ്ടുപേരുടെയും ഇടയ്ക്കുള്ള ഇവർ തമ്മിലുള്ള ഈ സംവാദം ഇവിടെ അവസാനിക്കുകയാണ്. വതക്കൂനുൽ മുഫാജഅത്തുൽ മുദ്ഹിഷ, അങ്ങനെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു സർപ്രൈസ് ഉണ്ടാവുകയാണ്. അതെന്താ? ഈ മോമിനിന്റെ ആഗ്രഹങ്ങളെ അള്ളാഹു സഫലീകരിച്ചു. യതഹഖഖു റജാഉൽ മോമിൻ, മൂമിനിന്റെ പ്രതീക്ഷയും ആഗ്രഹവും എന്തായിരുന്നു? അത് അള്ളാഹു സാക്ഷാത്കരിച്ചു കൊടുത്തു. ബിസവാലി നഈമി അനിൽ കാഫിരി, ഈ അവിശ്വാസിയിൽ നിന്ന് അള്ളാഹു ചെയ്ത നിഅമത്തുകളെല്ലാം മാറിപ്പോയി, നീങ്ങിപ്പോയി. എന്നിട്ടോ വഫുജഅത്തൻ, പെട്ടെന്ന്, യുങ്കിലുന സിയാഖു, സന്ദർഭം നമ്മളെ നയിക്കുന്നു, മിൻ മശദിൽ ബഹജത്തി വൽ ഇസ്തിഹാർ, ഈ പിന്നെ സന്തോഷത്തിന്റെയും പുരോഗതിയുടെയും ആ സീനറിയിലായിരുന്നു നമ്മൾ നിലകൊണ്ടിരുന്നത്. അതിൽ നിന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടു പോണത് ഇവിടേക്ക് ഇലാ മഷദിൽ ബവാരി ഉദ്ദിമാർ, ശരിയായ ഡിസ്ട്രക്ഷനിലേക്കും അല്ലെങ്കിൽ നശീകരണത്തിലേക്കും, പിന്നെ എല്ലാം ഉന്മൂലനം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കും നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുക. എവിടെ നിന്ന്? പുരോഗതിയുടെയും സന്തോഷത്തിൻ്റെയും രംഗത്ത് നിന്ന് നമ്മളെ മറ്റേ നശീകരണത്തിൻ്റെ ഭാഗത്തേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അങ്ങനെ ഈ സംഭവത്തിന് ഒരു അവസാനം കുറിക്കുകയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് 41-ാമത്തെ വീഡിയോ ആണ്, നമ്പർ ആയത്താണ് നമ്മൾ അവസാനം പറഞ്ഞത്. ഔ യുസ്ബിഹ മാഉഹ ഫലൻ തസ്തതിഅ ലഹു തലബ എന്നുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഇനി അടുത്ത ആയത്ത് മുതൽക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.